നമ്മൾ ഓരോ വീടുകളും കാണുമ്പോൾ വീട് കാണാൻ നല്ല ഭംഗി എന്നൊക്കെ പറയുന്നത് പൊതുവെ അതിന്റെ എലിവേഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള എലിവേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനും കുസാറ്റിനും ഒക്കെ വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ആദ്യം ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെ നോക്കാം. ഇൻഫോ പാർക്കിലേക്ക് 7.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 6 കിലോമീറ്റർ. കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് എല്ലാവർക്കും അറിയാം, അവിടേക്കും 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 9.6 കിലോമീറ്ററും ആലുവയിലേക്ക് 9.8 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 23 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് എത്താവുന്നതാണ്. 3.8 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1750 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടും മനോഹരമായ എലിവേഷനോട് കൂടിയിട്ടും നല്ലൊരു വില്ല പ്രൊജക്റ്റിലുമാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എക്സാക്ട് ആയിട്ട് വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തേവയ്ക്കൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ടാർ റോഡാണ്. നല്ല വീതിയുള്ള ടാർ റോഡാണ്. ഇവിടെയുള്ള എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. ഈ ഒരു വീടാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഭംഗിയായ ഡിസൈനിലാണ് മതിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റിൽ GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. നമുക്ക് നടന്നു കയറാനായിട്ടും വാഹനങ്ങൾ കയറ്റാനായിട്ടും 2 ഗേറ്റുകൾ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പടിപ്പുരയൊക്കെ വെച്ചിട്ടൊരു ചെറിയ ഗേറ്റ് നിങ്ങൾക്ക് കാണാം. നമുക്ക് നേരെ നടന്ന് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാവുന്ന ഗേറ്റ് ആണ്. തൊട്ടടുത്തായിട്ടാണ് കാറുകൾ നമുക്ക് കയറ്റാനുള്ള വലിയ ഗേറ്റ് വരുന്നത്. അത് സ്ലൈഡിംഗ് മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായ ഡിസൈനിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് 2 റോഡുകൾ ഈ ഒരു വീടിന്റെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് റോഡും സൈഡ് റോഡും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കറിയാം 2 സൈഡും ഷെയർ ചെയ്യുന്ന റോഡുകളുള്ള വീടുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വീടിന്റെ സൈഡ് എലിവേഷൻ ഒക്കെ നോക്കുവാണെങ്കിലും കാർ പോർച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും മതിലുകളിലെ ഡിസൈനും അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലാണ് നമ്മുടെ ഈ വീടിന്റെ എലിവേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ ഫ്രണ്ടിലെ ഗേറ്റിലെ പടിപ്പുരയൊക്കെ നോക്കിയാൽ കാണാൻ വളരെ ഭംഗിയായിട്ട് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷനിലേക്ക് വരുമ്പോൾ ഒരു ബോക്സി ഷേപ്പാണ്. കളേഴ്സ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ വരുന്നുണ്ട്. ബോർഡർ പോർഷനുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗ്രീൻ കളറും ചെറിയൊരു ലൈറ്റ് ഒരു ഗ്രേ ബ്രൗൺ ഷെയ്ഡും വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേസർ കട്ട് വർക്കുകൾ നമുക്ക് ബാൽക്കണിയുടെ പോർഷനിലൊക്കെ കാണാം. ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ കാർ പോർച്ച് തന്നെയാണ്. വളരെ ഭംഗിയായ മോഡലിലാണ് ആ ഒരു കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. നടന്ന് കയറാവുന്ന ചെറിയ ഗേറ്റ് തുറന്നിട്ടാണ് നമ്മളിപ്പോൾ നേരെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് 2 സൈഡും ബോർഡർ ഒക്കെ വെച്ചിട്ട് കുറച്ച് ഭംഗിയുള്ള രീതിയിലാണ് ഇവിടെ എല്ലാം തന്നെ ടൈലുകൾ വിരിച്ചിട്ട് ഗ്രാസിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത്. നമുക്ക് ഈ ഒരു വഴിക്കാണ് വാഹനങ്ങൾ കയറ്റാവുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വാഹനത്തെ കവർ ചെയ്യാവുന്ന വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ കാറിനും അവിടെ ഒരു ചെറിയ കാറിനും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ വെർട്ടിക്കൽ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്പേസ് നമുക്കുണ്ട്. നമ്മളുടെ ആ സ്ലൈഡിംഗ് ഗേറ്റിന്റെ പോർഷനായിട്ട് വരുന്നതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ മെറ്റൽ ചിപ്പുകളാണ്. നമുക്ക് 2 വലിയ ബാംബു ട്രീസ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് പോകുമ്പോഴും ഇവിടെയും നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയയുടെ പോർഷൻ ആണ്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഗേറ്റ് കടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഏരിയ വന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് വർക്ക് ഏരിയ ആണ്. കിണറിന്റെ ഈ ഒരു പോർഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ മതിലിനോട് ചേർന്ന് വരുന്ന ഈ ഭാഗത്ത് നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ മണ്ണ് ഫില്ല് ചെയ്ത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പടിപ്പുര കടന്നാൽ നമ്മുടെ നേരെ കയറി വരുന്നത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്കാണ്. നല്ല ഒതുങ്ങിയ ഒരു സിറ്റ് ഔട്ട് ആണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 2-3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഒറ്റപ്പാളിയിൽ
നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്, വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസ് 10 അടി നീളത്തിലും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. കടന്നു വരുമ്പോൾ ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആണ്, വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് ഉടനായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്, താഴെ ക്ലോസ്ഡ് കബോർഡുകൾ വരുന്നുണ്ട്, LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള പെയിന്റ് ആണ് മിഡിൽ പോർഷനിൽ വരുന്നത്. അതിനിടയ്ക്ക് LED ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. എൻട്രൻസിന്റെ മുകൾ ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഭാഗത്താണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് കർവ് ഷേപ്പിലാണ് മുകളിലേക്ക് പോകാനുള്ള ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ സ്റ്റെപ്പിന്റെ ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അതുകൊണ്ട് തോന്നുന്നുണ്ട്. സ്റ്റെപ്പ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെ വോൾ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആണ്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് ഗ്ലാസ് ഇട്ട് പെർഗോള മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഏരിയ കാണാനും. അവിടെ നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. വലിയൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 8 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാം. 14 അടി നീളവും 12 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വുഡൻ കേജ് ചെയ്തിട്ട് സൈഡിലൊക്കെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. മിഡിൽ പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബാക്കിൽ ഒരു മിറർ വരുന്നുണ്ട്. താഴെ കബോർഡുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായുള്ള ഡിസൈനുകളാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഏരിയകളിലൊക്കെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇവിടെ ഒരു വിൻഡോസ് 3 നമ്മൾ കണ്ടു. അതിനടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു വുഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കിച്ചൺ ആണ് കാണേണ്ടത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ആയിട്ടാണ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ക്ലോസ്ഡ് കിച്ചന്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ്. 2 ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ കാണുന്ന ഈ ചെറിയ സ്പേസുകളുടെ ഇടയിലൊക്കെ തന്നെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇവിടെയും ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. 2 സൈഡിൽ നമുക്ക് ഡോറുകളൊക്കെ വെച്ചിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ സ്പേസ് ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ പോർഷനും സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് താഴെയാണ്. നമ്മുടെ ലിവിംഗിന്റെയും ഡൈനിങ്ങിന്റെയും മിഡിൽ പോർഷൻ ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള വോളിൽ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു വുഡൻ ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരു പോർഷനിൽ മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്ത് ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കടന്നു വന്ന വഴിക്ക് ഇവിടെ നോക്കുവാണെങ്കിലും ഫിക്സഡ് ഗ്ലാസ് ആണ് പെർഗോള മോഡൽ ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. നേരെ കയറി വന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെ നമുക്കൊരു ചെറിയ ഹാളാണ് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് കടക്കാനായിട്ട് ഗ്ലാസ് ആണ് മുകളിൽ ഇട്ടിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ചെറിയ LED ലൈറ്റുകളും എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഹാളിൽ നിന്ന് തുറക്കുന്ന ഡോർ ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ളതാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്.
സ്റ്റെയർകേസ് മുകളിൽ എത്തുന്നത് വരെ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. വീണ്ടും നമ്മൾ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെയാണ്. 15 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കിയാൽ മിഡിൽ പോർഷനിൽ മാത്രം കുറച്ച് ഡിഫറെന്റ് ആയ പെയിന്റ് കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ എല്ലാ വോളുകളിലും നോക്കിയാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇതുപോലുള്ള ചെറിയ 2 ഷെൽഫ് ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. വലിയ ബാത്റൂമായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാത്റൂമിലേക്ക് വരുന്ന വഴിക്ക് ഈ ഒരു പോർഷനിലാണ് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡ്രസ്സിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് മറ്റൊരു ഏരിയ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ഏകദേശം ഒരു പോർഷൻ കംപ്ലീറ്റ് തന്നെ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ ലേസർ കട്ട് ഡിസൈനിലുമാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി നിൽക്കുന്ന സമയത്ത് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. എൻഡ് പോർഷനുകളെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിൽ നമുക്ക് ഷോക്കേസ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു വുഡൻ വർക്കും വരുന്നുണ്ട്. റൂഫും ഭംഗിയായിട്ടാണ് ഡിഫറെന്റ് കളർ പെയിന്റ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ ഈ ഒരു ഭാഗത്താണ്. അതിന്റെ കൂടെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. നമുക്ക് ഇവിടെ നിന്ന് കളമശ്ശേരി, ആലുവ, ഇടപ്പള്ളി എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. കാക്കനാട് കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. അവിടെ നിന്ന് 6 കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്ക്. കളമശ്ശേരി കുസാറ്റിലേക്കും 6 കിലോമീറ്റർ ആണ്. ഒരുപാട് നല്ല സ്കൂളുകൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങൾ, ഹോസ്പിറ്റലുകൾ എല്ലായിടത്തേക്കും നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 10 വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ് നോക്കുവാണെങ്കിൽ 3.8 ആണ്. 1750 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. 3.8 സെന്റ് ഓഫ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടില് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. 75 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ ലോൺ കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.